ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്തെ മരങ്ങൾ അലക്ഷ്യമായി മുറിച്ചു നീക്കുന്നതായി പരാതി. നെല്ലിമറ്റം സ്കൂൾ പടിയിൽ പാതയോരത്ത് നിന്ന മരം മുറിച്ചു നീക്കുന്നതിനിടയിൽ മരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. ആന്റണി ജോൺ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിലേക്കാണ് മരം വീണത്. കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു. കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ആശ്രയമായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർക്കപ്പെട്ടത്. എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗം എന്ന രീതിയിൽ പാടത്തേക്ക് തള്ളിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അലക്ഷ്യമായി മരം മുറിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകരാൻ കാരണക്കാരായവരിൽ നിന്ന് തന്നെ പണം ഈടാക്കി ഉടൻ പുനർനിർമ്മിക്കണമെന്നും പൊതുപ്രവർത്തകനായ മനോജ് ഗോപി ആവശ്യപ്പെട്ടു. ഇവിടെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ആശയമായിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അധികാരികൾ ഇടപെട്ട് ഇത് തകർക്കപ്പെടുവാൻ സാഹചര്യമൊരുക്കിയ അവരിൽ നിന്ന് തന്നെ പണം ഈടാക്കി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള എല്ലാവരുടെ ആവശ്യം. ജനം പ്രതിഷേധത്തിലാണ്, രോഷാകുലരാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ശരിക്കും മരം കുറച്ച് മുറിച്ച് നീക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലാണ്. അതായത് അതിൻ്റെ തൊഴിൽ താല്പര്യത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഒറ്റയടിക്ക് മുറിച്ചത് മൂലമാണ് ഈ മരം ദിശ തെറ്റി ഈ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് പതിച്ചിട്ടുള്ളത്. ദേശീയപാത നവീകരണത്തിന്റെ പേരിൽ നിരവധി പ്രശ്നങ്ങളാണ് പൊതുജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. JCB ഉപയോഗിച്ച് കാന നിർമ്മിക്കുന്നതിനിടയിൽ പല ഭാഗങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. ഗതാഗത തടസ്സങ്ങളും അപകടങ്ങളും വെള്ളക്കെട്ടും പൊടിശല്യവുമെല്ലാം വൻ ദുരിതമാണ് പൊതുജനങ്ങൾക്ക് സമ്മാനിച്ചത്. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.